എല്ലാവർക്കും എക്സലൻറ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ടാണ്. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു വ്യത്യസ്ത സമരത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മൊറാഴ സമരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമാണ് ഓലമടൽ സമരം എന്ന് പറയുന്നത്. ഓലമടൽ സമരം. അപ്പോൾ എന്താണ് ഈ സമരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പോലെ തന്നെ നമ്മളെ ലക്ഷദ്വീപിൽ ഇപ്പോൾ പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ഓലമടൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങയൊക്കെ വെട്ടിയിട്ട് ഓലയൊക്കെ ഒരു സൈഡിൽ കൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ അതിന് ശിക്ഷ നടപ്പാക്കും. അപ്പോൾ ഓലമടൽ അമിതമായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ ശിക്ഷ നടപ്പാക്കും. ഇതിനെതിരെ ആ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒത്തുകൂടുകയും അങ്ങനെ അവർ സംഘടിപ്പിച്ച ഒരു സമരവുമാണ് ഏതെന്ന് പറയുന്നത് ഓലമടൽ സമരമെന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലാണേ. അപ്പോൾ ഓലമടൽ സമരം എവിടെയാണ് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലാണ് സംഘടിപ്പിച്ചത്. ഇനി ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേര് ചോദിക്കും. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറയുന്നതാണ്. ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുടെ പേരാണ് പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ലക്ഷദ്വീപിന് ഒരു MP ഉണ്ട്. ആ MPയുടെ പേരാണ് മുഹമ്മദ് ഫൈസൽ എന്ന് പറയും. ലക്ഷദ്വീപിലെ MPയുടെ പേര് മുഹമ്മദ് ഫൈസലും ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേര് പ്രഫുൽ ഖോഡ പട്ടേൽ എന്നതാണ് പേര്. അപ്പോൾ മറക്കണ്ട, ഓലമടൽ സമരം എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലാണ്. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേരാണ് പ്രഫുൽ ഖോഡ പട്ടേൽ. അവിടുത്തെ MPയുടെ പേരാണ് മുഹമ്മദ് ഫൈസൽ. അടുത്ത് പറയുന്നത് 2021 2020 വേൾഡ് കപ്പ് UAEയിൽ വച്ചിട്ടാണ് നടക്കുന്നത്. 2021 2020 വേൾഡ് കപ്പ് UAEയിൽ വച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ 2021 T20 വേൾഡ് കപ്പ് ഇപ്പോൾ നടത്തുന്നത് UAEയിലാണ്. ആദ്യം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ BCCIയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗരവ് ഗാംഗുലിയാണ്. BCCIയുടെ അധ്യക്ഷൻ സൗരവ് ഗാംഗുലിയാണ്. 2021 T20 വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAEയിലാണ്, ഇന്ത്യയിലല്ല. ആദ്യം ഇന്ത്യയിലാണ് തീരുമാനിച്ചിരുന്നത്, ഇപ്പോൾ UAEയിലാണ് അവർ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ BCCIയുടെ അധ്യക്ഷനാണ് സൗരവ് ഗാംഗുലി. ഇത് പറയാൻ പോകുന്നത് കാവൽ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ചിട്ടാണ്. സിനിമയല്ല, പദ്ധതിയാണ്. കാവൽ എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പോൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന പദ്ധതിയാണ് കാവൽ എന്ന് പറയുന്ന പദ്ധതിയെ. ഇത് വനിതാ ശിശു ക്ഷേമ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കാവൽ പദ്ധതി എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന അവരുടെ വകുപ്പാണ് ഈ കാവൽ എന്ന് പറയുന്ന പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉറപ്പാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പ്രത്യേക പരിഗണനയ്ക്ക് ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി നൽകുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കാവൽ ആണ്. അടുത്ത് പറയുന്നത് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് രാഹി എന്ന് പറയുന്ന ഒരു വനിത. അപ്പോൾ ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഖി ആണ്. അപ്പോൾ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യയാണ്. അപ്പോൾ ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ വിഭാഗത്തിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹി. വേദി ക്രൊയേഷ്യ. ഇനി അതുപോലെ തന്നെ US പോലീസ് മേധാവിയായിട്ട് ആയ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾ കുരുവിളയാണ്. നമ്മൾ ഒരു കുരുവിള നമുക്കറിയാം, ജോസഫ് കുരുവിള. അത് വേറെ സിനിമയാണ്. ഓക്കെ. അപ്പോൾ US പോലീസ് മേധാവിയായ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾ കുരുവിളയാണ്. അപ്പോൾ പറഞ്ഞത്
ഇപ്പോൾ പറഞ്ഞത് 2 കാര്യം. ഒന്ന്, ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റളിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് രാഹി. വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൊയേഷ്യ. ഇനി അടുത്ത് പിന്നെ പറഞ്ഞത് US പോലീസ് മേധാവിയായിട്ട് നിയമിതനായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾ കുരുവിളയാണ്. ഇനി അടുത്ത് പറയുന്നത് ഒരു പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവ വിവാഹങ്ങൾ ഇപ്പോഴും കുറേ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളറിയാതെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശൈശവ വിവാഹം പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറയുന്ന പദ്ധതിയെ. അപ്പോൾ ശൈശവ വിവാഹത്തെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി ഏത് പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊൻവാക്ക് എന്ന് പറയുന്ന പദ്ധതിയാണ്. ആദിമ മനുഷ്യൻ്റെ കുറച്ച് അസ്ഥികൂടം അല്ലെങ്കിൽ ഫോസിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ചൈനയിൽ നിന്ന് കിട്ടി. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ മാൻ എന്നറിയപ്പെടുന്ന മുമ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഫോസിലാണ് ഇപ്പോൾ കിട്ടിയത്. ചൈനയിലാണ്. അപ്പോൾ PSC ചിലപ്പോൾ ചോദിക്കും അടുത്തിടെ ഏത് രാജ്യത്തിൽ നിന്നാണ് ഡ്രാഗൺ മാൻ എന്ന മനുഷ്യവിഭാഗത്തിൻ്റെ ഫോസിൽ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ ചൈനയാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം, ചൈനയിൽ നിന്ന് കിട്ടിയ ഫോസിൽ ഏത് ഇനത്തിൽപ്പെട്ട മനുഷ്യവിഭാഗത്തിൻ്റേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ മാൻ. അടുത്ത ചോദ്യം, ദേശീയ സുരക്ഷാ നിയമപ്രകാരം അടച്ചുപൂട്ടിയ ഹോങ്കോങ്ങിലെ പത്രം ഏതാണെന്ന് ചോദിക്കും. അതിൻ്റെ പേരാണ് ആപ്പിൾ ഡെയിലി. അപ്പോൾ ഇത് ഒരല്പം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ദേശീയ സുരക്ഷാ പ്രകാരം അടച്ചുപൂട്ടിയ ഹോങ്കോങ്ങിലെ ദിനപത്രമാണ് ഏത്? ആപ്പിൾ ഡെയിലി എന്ന് പറയുന്ന പത്രം. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ദേശീയ സുരക്ഷാ നിയമപ്രകാരം അടച്ചുപൂട്ടിയ ഹോങ്കോങ്ങിലെ പത്രമാണ് ആപ്പിൾ ഡെയിലി. ഇനി അടുത്ത് ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നീന്തൽ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജൻ പ്രകാശാണ്. അപ്പോൾ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ നീന്തൽ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജൻ പ്രകാശാണ്. അപ്പോൾ ഒന്നും കൂടി, ഒളിമ്പിക്സിന് നേരിട്ട് യോഗ്യത നേടുന്ന ഇന്ത്യയിലെ നീന്തൽ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജൻ പ്രകാശാണ്. ഇനി അടുത്ത് പറയുന്നത് കോഴിക്കോട് ഒരു സംഭവം വന്നിട്ടുണ്ട്, അതാണ് പറയുന്നത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിയാണ് വേസ്റ്റ് ടു എനർജി പദ്ധതി. അത് നിലവിൽ വന്നത് കോഴിക്കോടാണ്. അപ്പോൾ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആണ് ഏതെന്ന് പറയുന്നത് വേസ്റ്റ് ടു എനർജി പദ്ധതി എന്ന് പറയുന്നത്. അത് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്.